അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അതിനുവേണ്ടി ബീഫ് നമ്മൾ കഴുകി വാരി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പത്തനംതിട്ട സ്റ്റൈലൊരു ബീഫ് കറി, അതും എൻ്റെ സ്റ്റൈലിലൊരെണ്ണം നോക്കാം. അപ്പം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ബീഫിനകത്തോട്ട് ഞാൻ മസാലകൾ ചേർക്കാൻ പോകുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. മസാലകൾ ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്ത് പിടിച്ച് കുറച്ച് ഒരു മണിക്കൂർ ഞാൻ വെച്ച് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് ഇതിലെല്ലാം മസാല പിടിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ചേർക്കാൻ പോകുന്നത് അല്പം മഞ്ഞൾപ്പൊടി, അതിനുശേഷം മല്ലിപ്പൊടി നമ്മളൊരു 4 സ്പൂൺ ഇപ്പോൾ ചേർക്കും ഞാൻ, കാരണം ബീഫിന് മല്ലിപ്പൊടിയാണ് ഏറെ വേണ്ടത്. 4 സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി അത് കളറിനനുസരിച്ച് ഇപ്പോൾ 2.5 സ്പൂൺ ഞാൻ ചേർക്കുന്നത്. അതിനുശേഷം കുരുമുളക് പൊടി എരിവിൻ്റെ അനുസരിച്ച്. അതിനൊക്കെ ശേഷം ഞാൻ അല്പം മീറ്റ് മസാല, അതായത് ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല അല്പം ചേർക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് എനിക്ക് കൈയളവായതുകൊണ്ട് ആ ബീഫിന് വേണ്ടത്തക്ക രീതിയിലുള്ള ഉപ്പ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിക്കുക. മസാല എല്ലാം ആ ബീഫെ പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നല്ലവണ്ണം എല്ലാ പീസിലും പിടിക്കണം. ഇതിങ്ങനെ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കാമെങ്കിൽ ഈ 1 മണിക്കൂർ കൊണ്ട് ഈ ബീഫിൽ ഇതിൻ്റെ മസാലകളെല്ലാം പിടിക്കും. പിന്നെ ഇത് നമുക്ക് കറിയാക്കാൻ വേവിച്ച് ഫ്രൈ ചെയ്യാം. കണ്ടില്ലേ, നല്ല പോലെ മസാല അതേ പിടിച്ചിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിന് ചേർന്നിട്ടുണ്ട് അതിൽ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. അപ്പം ഇതിലെല്ലാം മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറത്തേക്കിന് ആ 1 മണിക്കൂർ കൊണ്ട് ഈ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. ഇത് മസാലയൊക്കെ അതിലോട്ടങ്ങ് അരപ്പെല്ലാം പിടിച്ച് വരും ആ മാംസത്തിലോട്ട്. അപ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വയ്ക്കാം. ഇത് പിടിരിക്കട്ടെ. അപ്പോൾ മസാല ചേർത്ത് വെച്ച ബീഫ് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിക്കാൻ പോകാം കേട്ടോ. 1 മണിക്കൂർ നമ്മൾ വെച്ചിരുന്ന കുക്കറിലേക്കിട്ട് അല്പം വെളിച്ചെണ്ണ ഞാൻ എന്നോട് തൂകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 6 വിസിൽ വരെ നമുക്ക് നോക്കാം, അത് വേവാനായിട്ട് വയ്ക്കാം. നമ്മുടെ ആ ബീഫ് വേവുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ളൊരു മസാല തയ്യാറാക്കാം. ആദ്യം കുറച്ച് പെരുംജീരകം, ഒരു പിടിയുണ്ട് വെളുത്തുള്ളി, ആ 1 പിടി വെളുത്തുള്ളി നമുക്കിടാം. ഇഞ്ചി ചെറിയൊരു കഷ്ണം, അത് നമുക്ക് അരിഞ്ഞിടാം. ഒത്തിരി വേണ്ട, കാരണം കടിച്ചു പിടിക്കും, അതുകൊണ്ട് അത് വേണ്ട. അതിട്ടല്ല ഇതിൻ്റെ കൂടെ ചേർക്കാം. അല്പം 3 പച്ചമുളക് കൂടെ ചേർക്കാം. നമ്മൾ കുരുമുളക് പൊടി അതിനകത്ത് ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരച്ചേനെ. വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ പരുവത്തിൽ അരഞ്ഞെടുത്താൽ മതി. കുഴമ്പ് രൂപമാവണ്ട, ഒരു ചതഞ്ഞത് എന്നാൽ അരഞ്ഞിട്ടുമുണ്ട് ആ പരുവത്തിന്. ചീനിച്ചട്ടി വെച്ച് നമുക്കിനി എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടാം. അപ്പം നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. 6 വിസിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കും. ഇനി എൻ്റെ വിസിലെല്ലാം മാറി കഴിയുമ്പോൾ നമ്മൾ ഓപ്പണാക്കും. നമ്മുടെ ഉള്ളിയും തേങ്ങക്കൊത്തും വഴണ്ടിട്ടുണ്ട്. ഞാനത് കുറച്ച് മസാലയും കൂടെ ചേർക്കുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ബീഫിനകത്ത് നമ്മൾ മല്ലിയും മുളകും ചേർത്തിട്ടുണ്ട്. എന്നാൽ ഈ ഇതിനും ഞാൻ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കും. 2 മല്ലിപ്പൊടിയും ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഒട്ടും കൂടുതലല്ല. ഇളക്കുക. ആ മസാലയുടെ
പച്ച ചുവ മാറുന്നത്. ശകലം വെളിച്ചെണ്ണയോടെ ചേർത്താൽ നല്ലതായിരിക്കും. അല്പം നല്ലവണ്ണം ഇളക്കി ആ പച്ച ചുവ മാറുന്ന വരെ ആ മുളക് ഒന്ന് മൂക്കണം. ആ പച്ച ചുവ മാറുകയും വേണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, അത് ഇതിനകത്തോട്ട് തട്ടാം. വേവുന്നതിനകത്ത് ഒരു തക്കാളിപ്പഴം ചെറുതായി അരിഞ്ഞത്, അത് എൻ്റെ ഒരു ടിപ്പാണ്. അരിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലപോലെ വെന്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഞാൻ പറഞ്ഞതുപോലെ നല്ല ഉരുളം പരുവമായിട്ടുണ്ട്, വെന്തിട്ടുണ്ട് മസാല. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് തട്ടാം. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്, അതിന് നമുക്ക് അതിലോട്ട് പകർക്കാം. ഈ മസാല ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി യോജിപ്പിക്കാം. ഇത് കിടന്ന് മസാലയുമായിട്ട് ചേർന്ന് വെന്തള പിടിക്കണം. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇതുമെല്ലാം തേങ്ങ അതിനകത്തിടാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏതാണ്ട് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി ആയിട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി ഗ്രേവി കുറഞ്ഞാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് നല്ല കുറുകി മസാലയൊക്കെ പിടിച്ചത്. ഇനി ഇച്ചിരി അല്പം ഗരം മസാല, അതായത് വീട്ടിൽ പൊടിച്ചത്, ഹോം മെയ്ഡ് ഗരം മസാല അതിനകത്ത് ചേർക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ അല്പം മല്ലിയില ഇവിടെ ചേർക്കും. അത് ഓപ്ഷനാണ്, ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഞങ്ങൾക്കിതൊക്കെ മല്ലിയില ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ മല്ലിയില ചേർക്കുന്നത്. അല്പം മല്ലിയില നമുക്കിതിനകത്തോട്ട് തൂകാം. ഇനി ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കടു വറുക്കണം. അപ്പോൾ നമ്മൾ കടു താളിച്ചിടുകയാണ്. അടിപൊളിയായിട്ട് കടുവ് താളിച്ചിട്ടു. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ട, പിന്നെ അതിനെക്കാട്ടിലൊക്കെ നല്ലൊരു കോമ്പിനേഷനുണ്ട് പഴംപൊരിയും ബീഫ് കറിയും. അടിപൊളി ടേസ്റ്റാണ്. അപ്പം കൂട്ടുകാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം, അടിപൊളി ബീഫ് കറി എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.